വെള്ളപ്പം ഇവിടെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. മിഞ്ഞാന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, സെൻറ്ററിൽ പോകണ കുറച്ച് വീഡിയോസ്. സെൻറ്ററിൽ പോയിട്ട് വാങ്ങിച്ചാണ് പാലപ്പച്ചട്ടി. ചട്ടി ഇതാണ്, നോസ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു മോഡൽ. മൂടിണ്ട്, മൂടണമല്ലോ, മൂടിയിട്ട് നമ്മൾ. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട്, എനിക്ക് ദോശക്കട ചട്ടി ചൂടായി വരുന്നുണ്ട്. ഒന്ന് പുറക്കാം, ചെറിയോറ് ചൂടായി കുറേ നേരമായി പറയും. ഇത് പാടാം കുറച്ച് മാവുള്ളൂ. ഇവിടെ ആരുമില്ല, അവരൊക്കെ ഇന്ന് വരും ക്ലാസ്സിലായിട്ട്. ഇന്നലെയും രാവിലെ വന്നേനെ, പിന്നെ ഇപ്പം വീട്ടിൽ പോയി. നമുക്ക് വീട്ടിൽ പോയി പണിയെത്തി. നമുക്കടുത്ത ശ്രമിക്കാം. ഇങ്ങനൊക്കെ തന്നെയല്ലേ പഠിച്ചത്. ഞാൻ സത്യം പറഞ്ഞു ഇന്ന് വരെ വെള്ളപ്പത്തിൻ്റെ ചെയ്തിട്ടില്ല. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കും വെള്ളപ്പം, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയാലാണ് വെള്ളപ്പമൊക്കെ കഴിക്കുക. ഇവിടെ വെള്ളപ്പം അങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ പാത്രം ഉണ്ടായിട്ടില്ല, പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ എന്നുവെച്ചാൽ ദോശ, പുളി ദോശ, ഇഡ്ഡലീൻ്റെ മാവിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ. ഇഡ്ഡലി മാവിൻ്റെ ഇതുകൊണ്ടൊക്കെ ചെയ്യല്. ഈ സാധനം ആദ്യമായിട്ട് ഞാനുണ്ടാക്കണം, അത് ഉണ്ടാക്കലില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുക. എന്തായി നടക്കുന്നത് ചെറുതായി വലുതാവുന്നു. വീട്ടിൽ ഉമ്മ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മൾ ആക്കിയാൽ മതിയല്ലോ. എൻ്റെ മോള് പിന്നെ പതിയെ കൊണ്ടുപോകും. ഇത് ചെറുതായിട്ടാണ്, പക്ഷെ ഷേപ്പ് ചെയ്യാം, കുഴപ്പമില്ല, ശരിയാക്കാം. ചട്ടി ഓവർ ചൂടായാലേ അതാണ് പ്രശ്നം. ആ പുതിയ വാങ്ങിച്ചില്ലേ, അതിന് ബില്ലിടുവന്നിരുന്നു. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് ഉണ്ടാക്കുന്ന കൂട്ടമൊന്നും ഞാൻ വേണ്ട, ഇത് ഉണ്ടാക്കുന്ന കൂട്ടമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണം. തേങ്ങ ഒരു മുറി, പിന്നെ തേങ്ങ ഒരു മുറി, തേങ്ങാപ്പാൽ വെള്ളം, തേങ്ങാപ്പാൽ വെള്ളം ശരിയാവട്ടെ, ശരിയാവില്ല. ഒന്നുകൂടി നോക്കി തേങ്ങാപ്പാൽ വെള്ളം ഇല്ലേ, തേങ്ങാപ്പാൽ വെള്ളം ഒരു അരമുറി തേങ്ങയും ഒരു 3 ഗ്ലാസ് പച്ചരി, പിന്നെ 1 ഗ്ലാസ് പച്ചരി, തേങ്ങാപ്പാൽ വെള്ളം ഇരിക്കണത്, പിന്നെ പാൽപ്പൊടി 10 രൂപ പാക്കറ്റ്, അതും അവർ മതിച്ച് 2 സ്പൂണ് മധുരം. നമുക്ക് അടുത്തത് നോക്കാം. ശരിയാവും. കളറിട്ട് 2 ഗൈസ് ഇങ്ങനെ കൊണ്ടു കറക്റ്റ് ഷേപ്പ് വരേണ്ടതാണ്. അത് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് കുറഞ്ഞു ഗൈസ്. ഉപ്പ് കുറഞ്ഞ പിന്നെ
ചെറുതായി പോയി നോക്കണം. ഞാൻ പൂവ് പോലെയൊക്കെ ഈ പേളിമാനില്ലേ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതേപോലൊക്കെ നോക്കി ചെയ്തൊക്കെ വീട്ടിൽ പോയാൽ. പക്ഷേ ചട്ടിക്ക് എന്തോ വിറ്റിയിട്ടുണ്ട്, നല്ലതെന്താണെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ചട്ടി ചെയ്യല്ല, പക്ഷെ ഞാൻ ശരി വരുമായിരിക്കും വിചാരിക്കുന്നു. ഇന്നിവിടെ മത്തൻ കറി കേട്ടോ, മത്തൻ കറി ഉണ്ടാക്കണം. അതുപോലെ സാമ്പാർ, പിന്നെ ചാള കുറിച്ചിട്ടുണ്ട്. മത്തൻ കറി മതി വെച്ചു നമുക്ക് കഴിക്കാം. മത്തത്തിരി വലുതാ വേണ്ട, പകുതി മതി, അധികം നമുക്ക് വേണ്ട. പൊട്ടുന്ന പാത്രമാണ് കഴിക്കുന്നത്. കൊയ്ക്കാം. ഇതൊക്കെ ശരിയാവാത്ത ഒന്നും ശരി വരുന്നില്ല. നമുക്ക് റൗണ്ട് കിട്ടണമല്ലോ, റൗണ്ട് കിട്ടുന്നില്ല. എന്താ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ വരില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. അത്രേ ഉള്ളൂ. അതായത് കഴിച്ചു, നമുക്ക് ബാക്കി ഞാൻ കഴിക്കാമെന്ന് വെച്ചു. മൂടാം. അടുത്തോ അതെടുത്തോ. ഇതിലുപ്പ് പിടിക്കുന്നുണ്ട്, അത് അതിലുപ്പ് പിടിക്കുന്നില്ല. ഇതിലുപ്പ് നമുക്കറിയാം, പക്ഷെ അതിൽ നമുക്ക് ഉപ്പ് അറിയണില്ല, എന്താണെന്നറിയില്ല. അരക്കുമ്പോൾ ഉപ്പിടണോ, അരക്കുമ്പോൾ ഇടണം തോന്നുന്നുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഇപ്പം ശരിയായിട്ട് കേട്ടോ. ഇതിന് സമാധാനമായി ശരിയായി, പക്ഷെ ഇത്തിരി മേലെ കയറി. നമുക്കിത് നെയ്ച്ചൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ വേറെ വേണമല്ലോ. നമുക്ക് തീ കുറക്കാം. തീ കുറച്ചിടാം, കുഴപ്പമില്ലല്ലോ. കുറച്ചുകൂടെ പ്രശ്നമൊക്കെ ഇത് ശരിയായി. ഇത് കുഞ്ഞു മക്കളുടെ സമാധാനം. നേരത്തെ കണ്ടല്ലേ, രണ്ടും ചെറുതായി. ഈ വെള്ളത്തിൻ്റെ എണ്ണത്തിൽ ഇത് വേണമല്ലോ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ശരിയാക്കാം. എടുക്കാം. ഇത് ശരിയായിട്ടില്ല, കണ്ടില്ല. നമുക്കിനി ഒഴിക്കാം.
ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യില്ല എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസൊക്കെ ചെയ്യണത് ഇഷ്ടമല്ല. ഒന്നാമത് ഇതല്ല, ഒന്നാമത് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. മറ്റൊക്കെ ചെയ്ത് ഇത് ശരി. ഈ വക നൈസ് കൊണ്ട് പൊട്ടിക്കുന്നുണ്ട്. കറിയാണോ? നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ, വിശക്കുണ്ടാവും. കയ്യാ നമുക്ക് പോയി കഴിച്ചു. കറി വേണ്ടേ? ഓ അമ്മ തരുമല്ലോ. ഇവിടെ ഇരിക്കില്ലേ? ഒരാൾ ചാടി കാണിച്ചു കേട്ടോ, ശരിയായിട്ടാക്കണ്ട. അപ്പം അടിപൊളി വന്നു. നമുക്കത് മൂടി വെക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളാദ്യം ഒരു സബോള, 2 തക്കാളി, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല താളിക്കാനുള്ളതാണ്, മാറ്റി വെച്ചെന്നുള്ളൂ. ഒരു മത്തങ്ങൻ്റെ പകുതി, അരമുറി തേങ്ങ. പിന്നെ ഞാൻ ചായ അടിക്കാൻ പോവാണ്. സാമ്പാറും വെള്ളപ്പവും കൂടി ഉപ്പാൻ്റെ കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് വേവിക്കണം. മത്തന് ഇത്തിരി ഒന്ന് വെള്ളത്തിൽ വേവിക്കണം. ഇന്ന് കറി ഇതാണ്, മത്തൻ കറി കേട്ടോ. ഒരു പകുതി മത്തനും, പിന്നെ പറയാം, ഒരു സബോള, 2 തക്കാളി, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, 6-7 ചുവന്നുള്ളി, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ അരമുറി തേങ്ങ വെച്ചിട്ട് ഇത് അരപ്പാക്കണം. ജീരകം എല്ലാം ഇടണം നമുക്ക്. എന്നിട്ട് മിക്സി കറക്കണം. വേണ്ട മീമി വേണ്ട. ഇന്നിവിടെ ചാളുണ്ട്, പിന്നെ കുറച്ച് ചെമ്മീരിക്കുന്നുണ്ട്. അപ്പാക്കല്ല, അപ്പാക്ക് ചാള പോയിരിക്കും. ഞാൻ ചായ കുടിച്ചിട്ടിടാം. ഇതാ ഞങ്ങൾ മത്തൻ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു മുറി ചോറായിട്ടുണ്ട്. ഒരു സബോള, 3 പച്ചമുളക്, ഒരു തക്കാളി, തക്കാളിപ്പൊടും ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. 2 വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം ഇട്ടുള്ളൂ.
നമുക്കിതിന് വാട്ടണം. പിന്നെ നല്ല ചോറൊന്നും ബാക്കി ഉണ്ടായില്ല. പക്ഷേ പിന്നെന്താ ഇപ്പോൾ അധികം നാഴിട്ട് വെച്ച്. പിന്നെ തേങ്ങ അരപ്പ് കഴക്കുന്നുണ്ട് അവിടെ. അത് ഊറ്റൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറിപ്പണിയുണ്ട്. ഇവിടെ ഭയങ്കര ഉണ്ടോ മത്തൻ തീറ്റയിൽ കുറേ നേരം നടക്കുക. മത്തൻ തിന്നാൻ പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല, കഴുകിയുണ്ടായിരുന്നില്ല. അപ്പം കഴുകാതെ കൊടുക്കൽ ശരിയല്ല. കഴുകിയിട്ടല്ല കൊടുക്കാൻ തോന്നും. നമുക്കിത് വാട്ടണം. നന്നായി വാട്ടിയിട്ട് നമുക്ക് ആ കഷ്ണം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. വാട്ടണം. നമുക്ക് ഉപ്പിടണം. കഴിക്കില്ല. നമുക്ക് ഉപ്പിടാം. നമുക്ക് മുളകൊക്കെ ആവശ്യമുണ്ടെങ്കിലോ. ഞാൻ തോന്നിയിൽ നോക്കിയതൊന്നുമല്ല കേട്ടോ, വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം, പറയാൻ മാത്രം. അങ്ങനെ ഇത് വഴണ്ടി കിട്ടിയിട്ട് കുറച്ചൊന്നായിട്ട് വേണം പണിയുണ്ട്. ഉപ്പ് കിട്ടും. പിന്നെ കായും അതിനാണ് കേട്ടോ. ഇതിലൊരു തക്കാളി ഇടാഞ്ഞ എന്താണെന്ന് അറിയുമോ? അതിൽ ആ തക്കാളി ഇടാഞ്ഞത് ഞാൻ അരമുറി തേങ്ങ അടിച്ചില്ലേ, അതിൽ നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ചെറിയ അളവ് തന്നെ കേട്ടോ, വലിയ സ്പൂണൊന്നുമല്ല. ഒരു മഞ്ഞൾ സ്പൂണ് മഞ്ഞളും, പിന്നെ മുളകും, ചുവന്നുള്ളിയും ജീരകവും, തക്കാളി ഇറങ്ങണം, അതും അടിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കറക്കും. എന്നിട്ട് എല്ലാവരും ഞാൻ അവസാനമായിട്ടല്ല ഒഴിക്കുക. ഇതൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് എടുക്കാനാ സമയമില്ല, പണിയുണ്ട്. തുടക്കാൻ കിടക്കുന്നുണ്ട്, മുറ്റടിച്ച് വരണം. പണി ചില്ലാതെ കുറച്ച് പണികൾ. മുറ്റടിക്കണം, തുടക്കണം, അടിച്ച് വരണം. അത്ര വലിയ പണിയൊന്നുമില്ല. ഇന്ന് ഇത്തൊക്കെ വരും. ഒരെപ്പോഴ വരാമെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിച്ചിട്ടാണോ കഴിക്കാതെയാണോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ചോറുണ്ട്. ചാള പോയി കായം തേച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചെമ്മീൻ കറിയില്ല, ചെമ്മീൻ കുറച്ച് കായം തേച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോൾക്കും എനിക്കും ഉപ്പാക്ക് പറ്റില്ല. അപ്പം ഞാൻ മുള്ളത് കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ചാള വേണം. ഇവളെ ചപ്പാത്തി ഞാൻ അറിയണില്ല കേട്ടോ. ഇവൾ കൊണ്ട് ഞാൻ ഇവിടെ ചപ്പാത്തി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. മാങ്ങണ്ട്, കുക്കുംബറൊക്കെ അവൾക്ക് ഇഷ്ടം. എന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ ചപ്പാത്തിന്ന് ഇങ്ങോട്ട് നോക്ക്, കള്ളിപ്പൂച്ച കൊണ്ടുപോകും. എന്താ ചാളതാ കണ്ട. അത് നമുക്കിനി പൊരിക്കണം. ചാള പൊരിക്കാനുണ്ട്. പിന്നെ ഇന്നലെ ചെമ്മീൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സെൻട്രി പേപ്പർ ഞാൻ കുറച്ചുണ്ട്. ഇനി അത് നിങ്ങൾ പൊരിക്കണം. രണ്ട് രാവിലത്തെ കടിത്തിരി പാൽ ഞാൻ ഉച്ച ചോറ് ഊറ്റിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. രാത്രിക്കൊക്കെ വേറെ ഊറ്റി, പിന്നെ ഉച്ചക്ക് ഊറ്റണം. സെപ്പറേറ്റ് ഞാൻ ഊറ്റണം. ഒരുമിച്ച് ഊറ്റിയാൽ പണി കിട്ടി. മോളെ പണിയാണ് ഇതൊക്കെ ഇടയിൽ. ഇപ്പോൾ ഇത് വയണ്ടി വരുന്നുണ്ട് കേട്ടോ, നന്നായി വയണ്ടി വരുന്നുണ്ട്. നമ്മൾ നന്നായി വയണ്ടിയിട്ടാവണം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആ പച്ച ഇങ്ങനെ കിടക്കും. അപ്പോൾ പിന്നെ നമ്മൾ മസാല കറിയൊക്കെ ആയി വന്നു കഴിഞ്ഞാലും ആ പച്ചപ്പ് ഇങ്ങനെ അവിടെ കിടക്കും. കായ് വന്നാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എല്ലാം ഉണ്ടാവുള്ളൂ. ആയാലും നമുക്ക് ഇനി കഷ്ണിട്ട് കൊടുക്കാം, വേവിക്കണമല്ലോ.
കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കണം. വേവിക്കാൻ എന്തായാലും കുറച്ചധികം വെള്ളം വേണം. ഈ ചെറിയ കഷ്ണമൊക്കെ വെട്ടിയാൽ എന്തിനാണെന്നറിയോ, ഈ ചെറിയ കഷ്ണമാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ലേറ്റ് ആവില്ല വേവാൻ. നമ്മൾ കുക്കറിലല്ലല്ലോ ചെയ്യണം, അടുപ്പത്തല്ലേ. അപ്പോൾ ഈ പാത്രത്തിലൊക്കെ അല്ല. അപ്പം ഇനി വേപ്പിനില കുറച്ചിട്ട് കൊടുത്തുണ്ട് കേട്ടോ. നമുക്കിത് മൂടിക്കാം. ഒരു മഞ്ഞളൊന്നും ഉള്ളിടണം. എന്താണെന്ന് വെച്ചാൽ ആ കളറിന് കേട്ടോ. പിന്നെ ഒരു മുളക് പൊടി ഓരോത്തിനും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുക്കത്തില്ല. ഞാനതെല്ലാം ആയി വന്നിട്ട് നമുക്ക് സെറ്റായിട്ട് തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിക്കാം. ഇത് നമ്മൾ ആയിട്ടില്ലല്ലോ, നമ്മൾ ഇട്ടിട്ടുള്ളല്ലോ. വെള്ളം വേണം, എന്നാലേ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. വലിയ വേവാകാൻ പാടില്ല. വലിയ വേവായാൽ പിന്നെ ആകൊണ്ടോ അട്ടഞ്ഞ പായസമാവും. അപ്പം അതിൻ്റെ രസം പോവും, എല്ലാം പോവും. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം. ആവട്ടെ. അങ്ങനെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പൊഴിക്കാം. ഉണ്ടാ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ജനമോൾ എന്ത് ചെയ്യുക ജനമോൾ എന്ത് കഴിക്കുക? അത് ഞാൻ കൂട്ടാം. എന്ത് കഴിക്കുക? രസമുണ്ടോ? അത് ഫുള്ളും കഴിക്കുമോ? ഒന്ന് തന്നത് ഞാൻ ഇരിക്കില്ല, പണിയുണ്ട്. വരട്ടാ. അങ്ങനെ തൂമിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുടക്കാൻ പോകണം, അടിച്ചു വരാൻ പോകണം. മുറ്റ അടിച്ചിട്ട് കുറച്ച് ഇത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് അടിച്ചിട്ട് ഇവിടെ എത്തി. മുറ്റം കുറച്ചും കൂടി ഉണ്ട് അടിക്കാൻ. ഇനി ബാക്കി പിന്നെ വരാം. പാലപ്പം ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൻ്റെ മാവിൻ്റെ ആയിട്ട് ആവി കുറച്ചെടുത്തിട്ട് വിശക്കണ പറഞ്ഞു മോൾക്ക്. ടേസ്റ്റ് ഉണ്ടോ?